എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഒരു പ്രഷ്യസ് വാട്ടർ അത് കുടിച്ച് താഴേക്ക് വന്ന ആ വില്ലൻ അതാണെങ്കിൽ ഇപ്പൊ ഗോക്കുവായിട്ട് പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അവൻ തിരിച്ചറിയും ഗോക്കുവിന്റെ പവറിന് മുൻപിൽ അവന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലാന്ന്. സോ അവനാണെങ്കിൽ ഇപ്പൊ നൈസായിട്ട് ഗോക്കുവിനോട് ക്ഷമ പറയാണ്, ഐ എം സോറി, എനിക്ക് നീയുമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല, എന്നെ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകാനായിട്ട് അനുവദിക്കണം, ഞാൻ നിന്റെ ഡ്രാഗൺ ബോൾസ് അത് തിരികെ തരാം. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ നമുക്ക് ഇവന് മാപ്പ് കൊടുക്കാന്ന് പറഞ്ഞ് കുഞ്ഞിപ്പടിനെ തിരിഞ്ഞു നോക്കും. അടുത്ത നിമിഷം അവൻ വലിയൊരു ബോംബ് എടുത്ത് ഗോക്കുവിന് നേരെ വലിച്ചെറിയാണ്. ഗോക്കു ആണെങ്കിൽ ചാടി വന്ന് ആ ബോംബ് അത് അവന്റെ നേർക്ക് തന്നെ ചവിട്ടി തെറിപ്പിച്ച് അവനെ അങ്ങനെ പൊട്ടിച്ചെതറിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ഗോക്കു അവൻ നഷ്ടപ്പെട്ടു പോയ ഡ്രാഗൺ ബോൾസ് തിരികെ പിടിച്ചു. ഇനി ബാക്കിയുള്ള ഡ്രാഗൺ ബോൾസ് കൂടെ ചേർത്ത് വെച്ചാൽ മാത്രമേ ആ കുഞ്ഞുപെണ്ണിന്റെ പപ്പയെ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ കഴിയൂ. സോ ഗോക്കു ആണെങ്കിൽ ഇപ്പോൾ അവളോട് യാത്ര പറയും, എനിക്ക് എത്രയും വേഗം പോകണം, ബാക്കിയുള്ള ഡ്രാഗൺ ബോൾസ് ഞാൻ കണ്ടെത്തി നിനക്ക് തന്ന വാക്ക് അത് ഞാൻ പാലിക്കുമെന്ന് പറഞ്ഞ് ഗോക്കു കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ജനറൽ അവനാണെങ്കിൽ ബോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ഹായ് ആയിട്ട് കളിക്കുകയാണ്. അവൻ നന്നായിട്ട് കളിക്കുന്നത് കണ്ട് അവന്റെ ബോഡി ഗാർഡ് അവൻ കൈയടിക്കും. അതിൽ ടെൻഷനായ ജനറൽ അവൻ ദേഷ്യപ്പെട്ട് പറയും, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അടുത്ത് വന്ന് നിൽക്കുമ്പോൾ കുനിഞ്ഞു നിൽക്കണമെന്ന്, എനിക്ക് എന്നെ കഴിഞ്ഞ ഹൈറ്റിൽ ആര് നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അവിടുന്ന് ഒരു വണ്ടിയിൽ കടന്നു പോവാണ്. വണ്ടിയിൽ അങ്ങനെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ജനറലിനെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് കോൺടാക്ട് ചെയ്യും. ബാക്കിയുള്ള ഡ്രാഗൺ ബോൾസ് അത് അവർ കണ്ടെത്തി എന്നായിരിക്കും ഓപ്പോസിറ്റുള്ള ആൾ പറയുക. കട്ട് ചെയ്ത ഒരു ലേക്ക് കാണിക്കും. അവിടെ ഒരു ലേഡി റഡാറിൽ ആ ഒരു ഡ്രാഗൺ ബോൾ അത് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടുപേരാണെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് പോയി ആ ഡ്രാഗൺ ബോൾ എടുത്ത് മുകളിലേക്ക് വരും. അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇപ്പൊ ആ ബോട്ടിലേക്ക് കയറും. ലേഡി ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ആ ഡ്രാഗൺ ബോളിലേക്ക് തന്നെ നോക്കുകയാണ്. ആ സോൾജേഴ്സ് പറയും, ഞങ്ങൾ ആ ഡ്രാഗൺ ബോൾ അത് കണ്ടെത്തി. അതിനവളാണെങ്കിൽ ഓക്കെ, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് കടന്നു പോകണമെന്ന് പറഞ്ഞ് അവർ ബോട്ടിൽ ചേറിപ്പായാണ്. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ ഗോക്കു റഡാറിൽ ഡ്രാഗൺ ബോൾ അത് കറക്റ്റായിട്ട് സെൻസ് ചെയ്ത് അവിടേക്ക് കടന്നു വരികയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇവിടെ ആ ലേഡിയും ടീമും ആണെങ്കിൽ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും അവരുടെ തൊട്ട് മുൻപിലായിട്ട് വലിയൊരു മുതല. അവരാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അതാണെങ്കിൽ അവരുടെ ബോട്ടിനെ അറ്റാക്ക് ചെയ്യും. ലേഡി ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ ആ സോൾജേഴ്സിനെ രണ്ടുപേരെയും തട്ടി വെള്ളത്തിലേക്കിടും. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ ഗുഡ് ലക്ക് നേരുന്നു എന്ന് പറഞ്ഞ് അവൾ ആ ബോട്ട് ഡൈവേർട്ട് ചെയ്ത് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ്. ആ മുതലയാണെങ്കിൽ അവർ രണ്ടുപേരെയും കഴിക്കും. അവളാണെങ്കിൽ ബോട്ട് ഡ്രൈവ് ചെയ്ത് കരയിലേക്ക് വന്ന് ബോട്ട് ഇടിച്ച് കയറ്റുകയാണ്. അടുത്ത നിമിഷം ആ കാട്ടിലുണ്ടായിരുന്ന ട്രൈബ്സ് അവർ ഒരുപാട് അമ്പും കുന്തവും ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ലേഡി ആണെങ്കിൽ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഫ്ലൈറ്റിലേക്ക് ചാടി കയറും. അടുത്ത നിമിഷം ഒരു കുരങ്ങൻ കുഞ്ഞ് അവളുടെ കയ്യിലേക്ക് വന്ന് വീഴുകയാണ്. അവൾ അതിനെ ഒന്ന് നോക്കും. അതിനുശേഷം അതിനെ വലിച്ചെറിഞ്ഞ് ആ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഫ്ലൈ ചെയ്ത് പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ബുൽമയെ കാണിക്കും. അവൾ ഇപ്പോഴും വിട്ടുകൊടുക്കാതെ അവളുടെ റിസർച്ച് അവളുടെ മെക്കാനിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. മാസ്റ്റർ റോഷി ആണെങ്കിൽ അവളോട് പറയും, നീ ഇത് കാണുന്നില്ലേ, നിനക്ക് വേണ്ടിയാണ് ഐസ്ക്രീം എടുത്തു വെച്ചിരിക്കുന്നത്, അത് മെൽറ്റ് ആവുകയാണ്, വേഗം വന്ന് കഴിക്ക്. ലോഞ്ച് ആണെങ്കിൽ ഇപ്പോൾ ദേഷ്യപ്പെട്ട് പറയും, നീ ഇനിയെങ്കിലും ഇതൊക്കെ അവസാനിപ്പിക്കുക. അതിന് ബുൽമയാണെങ്കിൽ അവളോട് ദേഷ്യപ്പെടുകയാണ്. ഇവിടെ ആ സോൾജിയർ ലേഡി അവളാണെങ്കിൽ അവൾ കളക്ട് ചെയ്ത ആ ഡ്രാഗൺ ബോൾ ഇപ്പോ ആ ജനറലിനെ ഏൽപ്പിക്കും. വാവ്, നീ ശരിക്കും ശക്തിയാണ്, ബാക്കിയുള്ള എന്റെ ബോയ്സിന് കഴിയാത്തത് നീ വളരെ വേഗം ചെയ്തു. ആ ലേഡി ആണെങ്കിൽ അടുത്ത ഡ്രാഗൺ ബോളിനെ കുറിച്ചുള്ള കാര്യം ഇപ്പൊ ആ ജനറലിനോട് പറയും. ജനറൽ ആണെങ്കിൽ ഇപ്പൊ അവൾക്ക് ആവശ്യമായിട്ടുള്ള റിവാർഡ് അത് അവൾക്ക് കൊടുക്കും. ഹാപ്പി ആയിട്ട് അവിടുന്ന് കടന്നു പോകും. അതേസമയം ഇവിടെ നമ്മുടെ ബുൽമ അവൾ ഒരു വിധത്തിൽ അവളുടെ കണ്ടുപിടുത്തം അത് പൂർത്തിയാക്കിയിരിക്കുകയാണ്. യാഹൂ, ഞാനിത് കണ്ടുപിടിച്ചു, എനിക്കത് കിട്ടിയെന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ട് അത് കണ്ട് തുള്ളിച്ചാടും. അവളാണെങ്കിൽ അവൾ കണ്ടുപിടിച്ച ആ സാധനം അത് പുറത്തേക്ക് ഫ്ലൈ ചെയ്യിപ്പിച്ചു വിടും. അതിനുശേഷം ഓരോരോ വിഷ്വൽസ് ആയിട്ട് അവള് CCTV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബേർഡ്സുകളെ ആയിരിക്കും ഇപ്പൊ അതിൽ കാണുക. അടുത്ത നിമിഷം സിഗ്നൽ കട്ടാവുമ്പോൾ ബുൽമയാണെങ്കിൽ ലോഞ്ചുമായിട്ട് മുകളിലേക്ക് പോകും. നമുക്കതിന്റെ സിഗ്നൽസ് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവർ വീടിന് മുകളിൽ കയറി അത് കറക്റ്റ് ചെയ്യും. അടുത്ത നിമിഷം ഇവിടെ വിഷ്വൽസ് കിട്ടും. നമ്മുടെ അപ്പാപ്പൻ റോഷി ആണെങ്കിൽ നൈസായിട്ട് അതിനെ ബീച്ചിലേക്ക് അടുപ്പിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരുപാട് ലേഡീസ് ഇച്ചിലൂടെ നടക്കുന്നത് കാണിക്കും. ഒരു ലേഡി ആണെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്ത് കണ്ട അപ്പാപ്പനാണെങ്കിൽ അവിടേക്ക് സൂം ചെയ്യാണ്. അടുത്ത നിമിഷം സിഗ്നൽ വീണ്ടും കട്ടാവും. കാലി ഇളകി അപ്പാപ്പനാണെങ്കിൽ ആ ഒരു TV ആണെങ്കിൽ തല്ലി പൊളിക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ഇവിടെ ബുൽമയും ലോഞ്ചും അവർ രണ്ടുപേരും ചേർന്ന് അതിന്റെ സിഗ്നൽ കറക്റ്റ് ആവും. ഇവിടെ അപ്പാപ്പൻ ആ വിഷ്വൽ കിട്ടും. അവളുടെ ബോഡി കണ്ട് മാസ്റ്റർ റോഷി ആണെങ്കിൽ മൂക്കിലൂടെ ബ്ലഡ് ഒക്കെ ഇജക്ട് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്.
ക്യാമറ ആണെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് ഡൈവേർട്ടായി ഇപ്പോൾ ഒരാളുടെ എക്സ്ക്രീഷൻ കാണും. അത് കണ്ട് അപ്പാപ്പനാണെങ്കിൽ പുറത്തു പോയി ഛർദ്ദിക്കും. ഇവിടെ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവാതെ ലോഞ്ചും ബുൽമയും അവർ രണ്ടുപേരും തിരികെ വരും. ആ ഒരു സീൻ കണ്ട അപ്പാപ്പനാണെങ്കിൽ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ നേവി ബേസ് കാണിക്കും. അവിടേക്കാണ് ഇപ്പൊ 4 ഡ്രാഗൺ ബോൾസും വന്നുകൊണ്ടേയിരിക്കുന്നത്. അവിടേക്ക് വരുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഗോക്കു ആണെങ്കിൽ ഫ്ലൈ ചെയ്ത് മുൻപോട്ടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം ബുൽമ ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഒരു മിഷൻ അതിപ്പോ ഗോകുവിന്റെ തൊട്ടടുത്തെത്തും. ഗോകുവിനാണെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാവില്ല. ആ ക്യാമറ അത് ഗോകുവിനെ തന്നെ ഫോക്കസ് ചെയ്യുകയാണ്. ഇവിടെയാണെങ്കിൽ ബുൽമയും ലോഞ്ചും മാസ്റ്ററും അവർ 3 പേരും ഗോകുവിനെ കണ്ടതിൽ ഭയങ്കര സന്തോഷം. അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഗോകുവിനെ തന്നെ നോക്കുകയാണ്. ഗോകു ആണെങ്കിൽ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ മൂവ്മെന്റ്സ് അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ബുൽമ ചെക്ക് ചെയ്യും. അപ്പൊ ദൂരത്തായിട്ട് എന്തോന്ന് അവർ കാണുകയാണ്. ഇവിടെ ലോഞ്ച് ആണെങ്കിൽ ഗോകു ട്രാവൽ ചെയ്യുന്ന ആ റൂട്ട് മാപ്പ് അത് ചെക്ക് ചെയ്യും. അതിലൂടെ അവർക്ക് പിടികിട്ടും ഗോകു ആ ഡ്രാഗൺ ബോൾസ് അത് അന്വേഷിച്ച് പോകുന്നത് നേവി ബേസിലേക്കാണ്. അവിടേക്ക് പോയ വലിയ അപകടമാണ്. എത്രയും വേഗം ഗോകുവിനെ ആ കാര്യം ധരിപ്പിക്കണം എന്ന് പറഞ്ഞ് ബുൽമയാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ ഗോകു ആണെങ്കിൽ ആ ഒരു മിഷനിലേക്ക് തന്നെ നോക്കുകയാണ്. നീ ആരാണ്, എന്തിനാണ് എന്നെ ഫോളോ ചെയ്യണേ ചോദിക്കും. അടുത്ത നിമിഷം അതങ്ങനെ വമ്പ സ്പീഡിൽ മുൻപോട്ടേക്ക് പോകും. അതിനുശേഷം ആ നേവിക്കാരുടെ ബേസിലേക്ക് അത് പോവുകയാണ്. ഇവിടെ ആ നേവി ബേസ് കാണിക്കും. അവരുടെ റഡാറിൽ ബുൽമ ഉണ്ടാക്കിയ ആ ഒരു യന്ത്രം കാണിക്കുകയാണ്. രഹസ്യങ്ങൾ അറിയാനായിട്ട് ആരോ ശ്രമിക്കുന്നുണ്ട്. ഒരു കാരണവശാലും അത് സമ്മതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ജനറൽ ആണെങ്കിൽ അത് തകർക്കാനായിട്ട് ഓർഡർ ഇടും. അടുത്ത നിമിഷം അതിന് നേരെ ബുള്ളറ്റ്സ് അതങ്ങനെ പാഞ്ഞു വരികയാണ്. ഉമ്മയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് വമ്പ സ്പീഡിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അവരാണെങ്കിൽ നിർത്താതെ അറ്റാക്ക് ചെയ്യും. അവൾ ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്ന് അത് ഒരുപാട് ഹൈറ്റിൽ കൊണ്ടുപോയി ഇപ്പൊ നേവിക്കാരുടെ ആ ഒരു വലിയ ബേസ് ചെക്ക് ചെയ്യും. പക്ഷെ അടുത്ത നിമിഷം വലിയ വലിയ ബോംബുകൾ വന്ന് വീണ് വലിയ ബുള്ളറ്റ്സുകൾ വന്ന് പതിച്ച് അതങ്ങനെ തകർന്നു പോവാണ്. ഇവിടെ ബുൽമയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാവും. കാരണം അവളുടെ ഒരുപാട് നേരത്തെ യത്നമാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്. മാത്രമല്ല ഗോകു അവനിപ്പോ വലിയ അപകടത്തിലാണ്. ഈ കാര്യം അവനെ അറിയിച്ചിട്ടില്ല എങ്കിൽ ഗോകുവിനെ അവർക്ക് നഷ്ടമാവും. ഇവിടെ ബുൽമയാണെങ്കിൽ കൂടുതൽ പേടിക്കുകയാണ്. നമ്മൾ എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. അതല്ല എങ്കിൽ ഒറ്റയ്ക്ക് ആ ഒരു നേവി ബേസിലേക്ക് പോകുന്ന ഗോകുവിന് അവന്റെ ജീവൻ തന്നെ നഷ്ടമാവും. പിന്നെ അവന് ഒരിക്കലും നമുക്ക് തിരികെ പിടിക്കാനാവില്ല. മാസ്റ്റർ, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാനാവില്ലേ? അതിന് മാസ്റ്റർ പറയും, ഒരുപാട് വൈകിപ്പോയി, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഉടനെ ആമയാണെങ്കിൽ ഇപ്പോ ബുൽമയോട് പറയും, നിന്നെ കൊണ്ട് പലതും പറ്റും, നിന്റെ ടെക്നോളജി ഉപയോഗിച്ച് നീ എന്തെങ്കിലും ചെയ്യണം. ബുൽമയാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിക്കും. ഗോകുവിന്റെ കയ്യിൽ ഒരു ടെലിഫോൺ പോലും ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ ഈ കാര്യം അവനെ അറിയിക്കും? അവൾ അല്പസമയം കൂലങ്കക്ഷായിട്ട് ആലോചിക്കും. അടുത്ത നിമിഷം അവൾക്കൊരു ബുദ്ധി വിളിച്ചുണ്ടാവുകയാണ്. ഓ നോ, എനിക്ക് എന്റെ പപ്പയെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്യും. അതുപയോഗിച്ച് അവൾ അവളുടെ പപ്പയെ കോൺടാക്ട് ചെയ്യുകയാണ്. പിന്നീട് പോകുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിച്ച് ഹാൻസം ബോയ്ക്ക് ഫോൺ കൊടുക്കാനായിട്ട് പറയും. ഹാൻസം ബോയ് കോൾ അറ്റൻഡ് ചെയ്യും. അടുത്ത നിമിഷം അവൾ പറയും, ഗോകു വലിയൊരു അപകടത്തിലാണ്. അവൻ ആ ഒരു നേവി ബേസിലേക്ക് ഒറ്റയ്ക്ക് പോവാണ്. എത്രയും വേഗം സഹായിച്ചിട്ടില്ല എങ്കിൽ ഗോകുവിനെ എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടാവും. നമ്മുടെ ഈ സീരീസിന് പിന്നീട് നായകൻ ഉണ്ടാവില്ല. ഹാൻസം ബോയ് ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ഓ നോ, അങ്ങനെ സംഭവിക്കാൻ ഒരു കാരണവശാലും പാടില്ല. നമുക്ക് എത്രയും വേഗം അവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കൂട്ടനോടും അവന്റെ റാബിറ്റിനോടും ആ കാര്യം പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരു പേടകം അതിപ്പോ റോഷിയുടെ മുൻപിൽ ലാൻഡ് ആവുകയാണ്. വന്നത് മറ്റാരുമല്ല, ഹാൻസം ബോയും പന്നിക്കൂട്ടനും റാബിറ്റുമാണ്. അവരാണെങ്കിൽ മാസ്റ്റർ റോഷിയെയും ബുൽമയെയും ലോഞ്ചിനെയും മൊട്ടപ്പനെയും ഇങ്ങനെ എല്ലാവരെയും അതിലേക്ക് കയറ്റുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ താൻ പോകാൻ പോകുന്ന അപകടം അതെന്താണെന്ന് മനസ്സിലാക്കാതെ ആ മഞ്ഞുമലകൾക്കിടയിലൂടെ പോയിക്കൊണ്ടേയിരിക്കും. ഇവിടെ നേവിക്കാര് ആണെങ്കിൽ റഡാറിലൂടെ നമ്മുടെ ആള് വരുന്നത് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗോകു ആണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. അവൻ ദൂരത്തായിട്ട് ആ ലൊക്കേഷൻ കാണും. ഗോകു ആണെങ്കിൽ ഒറ്റയ്ക്ക് ആ നേവിക്കാരുമായിട്ട് പോരാടാൻ തയ്യാറായി കഴിഞ്ഞു. ഒരു നിമിഷം നേവി ടീംസ് ആ ഒരു ബറ്റാലിയൻസ് ആയിട്ട് പുറത്തേക്ക് ഗോകുവെ കൈകാര്യം ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർ ആ ഒരു ഗോകുവെ സഹായിക്കാൻ വലിയ പേടകത്തിൽ കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.